എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ലെങ്തി അല്ല, കാരണം നമുക്ക് ഒരു പരിമിതമായ സമയമേ ഉള്ളിപ്പോൾ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട്. എങ്കിലും ഒരു കുഞ്ഞു വീഡിയോ എങ്കിലും ഇട്ട് എൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടും മാത്രം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളാകെ സംശയിക്കും എന്താണ് ചേച്ചി വീഡിയോ ഇടാത്തതെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഒരു കുഞ്ഞു വീഡിയോ ഞാൻ ഇട്ടത് കേട്ടോ. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെയില്ല. അപ്പോൾ രാവിലെ കാപ്പി, പാല് ഇതെല്ലാം റെഡിയാക്കി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പപ്പക്ക് കൊടുക്കാനുള്ള പുട്ട്, തലേദിവസത്തെ പുട്ടാണത്. ആ പുട്ട് അങ്ങനെയുണ്ട്. പിന്നെ ബീഫ് കറിയും അങ്ങനെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. പപ്പക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷൻ ആയതുകൊണ്ട് അത് പപ്പക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരാൾക്കുള്ളതാണ് ഉള്ളത്. പിന്നെ ബീഫ് കറി കുറച്ചധികം ഉണ്ട്. അത് പപ്പ കഴിച്ചാലും തീരില്ലെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ കുറച്ച് ചോറ്, പഴയത് തണുത്ത ചോറായിട്ട് തന്നെ അങ്ങനെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അത് കൂട്ടി ആ ബീഫ് കറിയും കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വേറൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് സമയം കിട്ടുന്നില്ല എല്ലാം ഇങ്ങനെ ചെയ്യാനായിട്ട്. അന്നേ ഒരു പണിയും നമുക്ക് ചെയ്യാനും പറ്റില്ല, അല്ലാതെയുള്ള തിരക്കുകളിലേക്ക് നമ്മൾ പോകും. അപ്പോൾ നമുക്ക് വീട്ടിലെ ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് വേണ്ട പ്രോപ്പറായിട്ടുള്ളൊരു ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സമയം. അപ്പോൾ ഇത് മാങ്ങയുണ്ടല്ലോ, ഒരെണ്ണം അവിടെ ഇരുന്ന് ഞാനെടുത്തില്ലെന്നുണ്ടെങ്കിൽ അത് എടുക്കില്ല, ആരും തൊടൂല, അതവിടെ ഇരിക്കും, അങ്ങനെ ചീഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ പൈനാപ്പിളും അതൊരു വശം ചീഞ്ഞ് തുടങ്ങി. പിന്നെ ഇന്ന് എന്ത് തന്നെ ആയാലും അതെടുക്കാം, അല്ലാതെ ഇനി നാളെ അത് കളയേണ്ടി വരും. അങ്ങനെ ഞാൻ ആ മാങ്ങ കൈയോടെ ചെത്തി ഞാൻ തന്നെ അങ്ങോട്ട് കഴിച്ച്. അതിനുശേഷം ഈ പൈനാപ്പിൾ കണ്ട, അതിൽ കേട്, ആ ഒരു ഡാർക്ക് കളർ വന്നേക്കണ കേട് വന്നേക്കണേ. അങ്ങനെ അത് കട്ട് ചെയ്ത് അവിടെ വെച്ച്, അത് നല്ല രീതിയിൽ നൈസായിട്ടൊന്ന് കട്ട് ചെയ്യാൻ പോലും പറ്റൂല, കാരണം ഇത്തിരി കേട് വന്നേക്കണോണ്ട് തന്നെ വിട്ട് പോകും, ഒടിഞ്ഞൊടിച്ചങ്ങോട്ട് പോകും. അപ്പോൾ ഇതിൽ കട്ടിയുള്ള പീസായിട്ട് തന്നെ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് അവിടെ വെച്ച് സ്ലൈസ്, നേരത്തെ ഒരു തിൻ സ്ലൈസ് ആക്കാനൊന്നും പറ്റില്ല, എനിക്ക് തിൻ സ്ലൈസായിട്ട് കഴിക്കണതാണ് എപ്പോഴും ഇഷ്ടം. ഇതിപ്പോൾ ഇത്തിരി കട്ടി കൂടുതലാണ്, എങ്കിലും കുഴപ്പമില്ല. പിന്നെ ഞാൻ വിചാരിച്ച് ഇതിനി പപ്പ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ജ്യൂസ് അടിച്ചിട്ട് ഒരൊറ്റ വലിക്കങ്ങൾ കുടിക്കാമെന്നാണ് ഞാൻ വിചാരിക്കണത്, മധുരം ഇടാതെ ജ്യൂസ് അടിച്ചിട്ട്. പക്ഷെ നല്ല മധുരമാണ് കേട്ടോ, ജ്യൂസിന് മധുരം ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത്രയും നല്ല മധുരമുള്ളതാണ്. അപ്പോൾ അത് ഞാൻ കഴിക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ നിന്നിട്ട്. അപ്പോൾ റിച്ചാർഡിന് പിന്നെ നൂഡിൽസ് തീരണവരെ അത് തന്നെ മതി എന്ന് പറയും. തീരുമ്പോൾ അവനടുത്തത് മേടിക്കുകയും ചെയ്യട്ടെ, എന്തെങ്കിലും ആട്ടെ അവന് ഇഷ്ടമുള്ളത് കഴിക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ നൂഡിൽസ്, നമ്മൾ ഇൻഡോമിയുടെ നൂഡിൽസ് അവനതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ മാഗിയുടെ നൂഡിൽസ് ഒട്ടും തന്നെ ഇഷ്ടമല്ല, അപ്പോൾ ഇൻഡോമിയുടെ നൂഡിൽസ് തന്നെയാണ് മേടിക്കുന്നത്. അപ്പോൾ ഈ ഊട്ടപാത്രത്തിൻ്റെ കാര്യം, ഈ ഇത് സ്ട്രെയിനറിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻസിൽ, ഇങ്ങനെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് ഏകദേശം എനിക്ക് തോന്നുന്നു 1300 രൂപയാണ്, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട്. ഇൻഡസ് വാലിയുടെ അത് ആയതുകൊണ്ടുള്ള ആ ഒരു ബ്രാൻഡിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടുള്ള വിലയാണത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. വേറെ ഇതുപോലെയുള്ള സ്ട്രെയിനറുകൾ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഇത്രയും നല്ലൊരു ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള. പിന്നെ ഈ സ്ട്രെയിനറിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാത്രം ഒരു സാൻഡ്വിച്ച് ബോട്ടം, ട്രൈപ്ലൈ ആയിട്ടുള്ള സാൻഡ്വിച്ച് ബോട്ടത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ നമുക്കതിൽ കറികൾ താളിക്കാനും അടിപൊകയാതെ ഒക്കെ എല്ലാം ചെയ്യാനും സാധിക്കും കേട്ടോ. അപ്പോൾ ഇത് മൾട്ടിപർപ്പസ് തന്നെയാണ്, അല്ലാതെ ഇപ്പോൾ ഒരു സ്ട്രെയിനറായിട്ട് മാത്രമല്ല അത് യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈ ഇൻഡോമി നൂഡിൽസിനെ നമ്മൾ വേവിച്ച് കഴിഞ്ഞിട്ടാണ് ടേസ്റ്റ് മേക്കറുകളെല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കണത് കേട്ടോ. അതിൻ്റെ പാലും കൂടിയിട്ട് ഒന്ന് എടുത്ത് അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ഏതായാലും ഈ ബൂസ്റ്റ് ഇവിടെ കുറേ നാളുകളായിട്ട് ഇരുന്നതല്ലേ, അതേതായാലും ഉപകാരപ്പെട്ടു. ഞാൻ ഓർക്കണേന്ന് ഈ ബൂസ്റ്റ് ഇത് ആർക്ക് കൊടുക്കുമെന്ന്, കാരണം റോജർ ഇപ്പോൾ പാല് കുടിക്കണില്ല, ഇവിടെ വന്ന് നിന്നാലും അവന് പാല് വേണ്ടെന്നാണ് പറഞ്ഞത്. ഇത്തവണ വന്നിട്ടും പാലിങ്ങനെ കുടിച്ചില്ല. അപ്പോൾ പിന്നെ ഈ ബൂസ്റ്റ് ഇരിപ്പായില്ല എന്ന് ഞാൻ വിചാരിച്ച് ഏതായാലും റിച്ചാർഡിന് കൊടുക്കാൻ സാധിച്ചു. അപ്പം അങ്ങനെ റിച്ചാർഡിനെ അതെല്ലാം കൊടുത്തു. അപ്പോൾ ഇവർ പപ്പയും മോനും കൂടിയിട്ട് എറണാകുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കണേണ്. പപ്പക്ക് റിച്ചാർഡ് വന്നു കഴിഞ്ഞിട്ട് ഒന്നും പെർഫ്യൂം കൊണ്ടുവന്ന് കൊടുത്ത്, എങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ കൊടുക്കലൊക്കെ പതിവുണ്ട് റിച്ചാർഡിന്. അപ്പോൾ ഈ പപ്പക്ക് വേറെ ഒരു ഫോൺ മേടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇത്തവണ നിൽക്കണത്. അത് പപ്പയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. പപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഫോണൊക്കെ ഇങ്ങനെ നമ്മൾ മേടിക്കണം കാണുമ്പോൾ തന്നെ പപ്പക്ക് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. ഒരു ഫോൺ നല്ലതാണ്, ആ സമയത്ത് തന്നെ വേറെ ഫോൺ മേടിക്കുക എന്നൊക്കെ. അപ്പോൾ പപ്പനോടത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫോൺ നല്ലതാണ്, ഒരു കുഴപ്പമില്ല, അങ്ങനെ പറയുള്ളൂ. അതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് മമ്മി പറയണ്ടട്ടാന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് നൂഡിൽസ് നെയ്യുമ്പോഴത്തേക്കും തലേ ദിവസത്തെ മോമോസ് കഴിക്കാൻ പറ്റാതെ 2 ബാക്കി വെച്ചത്, അതും കൂടി ഒന്ന് ചൂടാക്കി താ മമ്മി എന്ന് പറഞ്ഞു. അപ്പോൾ അത് എടുത്ത് കൊടുത്ത് അതുമൊക്കെ കഴിച്ചേട്ടാ.
ഇനിയിപ്പോൾ കുറേ ഷോ അവിടെ നിന്ന് കാണിക്കും. ആരതിയാണ് പറഞ്ഞത്. ഇവരൊക്കെ കുട്ടികളായിരുന്ന സമയത്ത് കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ ഈ ആരതി ഒഴിയാനൊക്കെ നിർത്തുമല്ലോ കുഞ്ഞുങ്ങളെ. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ അവൻ പറഞ്ഞത്, ഞാനൊരു വശത്തേക്ക് ആരതി ഇങ്ങനെ കാണിക്കുമ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന പെൺപിള്ളേർ ഇപ്പുറത്തെ വശത്തേക്കായിരിക്കുള്ളൂ കാണിക്കുന്നത്. കാരണം ഇവനാണ് തെറ്റിക്കുന്നത്, അവർ കറക്റ്റായിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇവർ ഇപ്പുറത്തേക്കാണ് കാണിക്കണമെന്ന് വിചാരിച്ച് ഇപ്പുറത്തേക്കാകുമ്പോൾ അവരപ്പുറത്തേക്കാവും. കാരണം ഇതിനൊരു സമയമുണ്ടല്ലോ, ഇപ്പുറത്തേക്ക് 2 പ്രാവശ്യം അപ്പുറത്തേക്ക് 2 പ്രാവശ്യം. അപ്പോൾ ഇവ മൊത്തത്തിൽ കുളവാക്കും കേട്ടോ. റിച്ചാർഡ് അങ്ങനെ കുട്ടിയായിരുന്ന സമയത്തെ കാര്യമുണ്ട്, സൺഡേ ക്ലാസ്സിൽ പോകുമ്പോഴുള്ള കാര്യമുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് കുറേ എന്നെ അഭിനയിച്ചൊക്കെ കാണിച്ചിട്ടൊക്കെയാണ് ആളത് കഴിക്കാൻ പോയത്. അങ്ങനെ പപ്പയും മോനും കൂടി പോയിട്ടാണ്. അപ്പോൾ ഇവരങ്ങോട്ട് പോകാൻ വേണ്ടി ഞാൻ കാത്തു നിന്നതാണ്, തുടക്കാനും അടിക്കാനൊക്കെ ഇട്ട്. അപ്പോൾ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം പണികൾ തീരും. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓരോരോ ആവശ്യങ്ങളും പറഞ്ഞ് അങ്ങനെ നമ്മളുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ തിരക്കുള്ള സമയത്തില്ലേ എന്നെ വിളിക്കുമ്പോൾ ഞാൻ വിളിക്കും, എൻ്റെ ദൈവമേ എത്ര പേരാണ് എന്ന് വെച്ചാൽ ഇങ്ങനെ വീട്ടിലുള്ള ആളുകൾ തന്നെ ഫോൺ വിളിക്കണ കാര്യമല്ല പറഞ്ഞത്. ഇങ്ങോട്ട് വന്നേ മമ്മി, ഇങ്ങോട്ട് വന്നേ. അപ്പോൾ പറയും സിന്ധു ഇങ്ങോട്ട് വന്നേ ഇങ്ങനെ. അപ്പോൾ ഞാൻ പറയും, ഇത് എന്താണ് നിങ്ങളിങ്ങനെ പറയണത്? ആരുടെയൊക്കെ പുറകെ ഞാൻ ഓടേണ്ടത്? അപ്പോൾ അപ്പയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ സിന്ധു ഇത് വന്ന് നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും. അപ്പോൾ ഞാൻ പറയും, പഴയ പോലെയല്ല, നമ്മൾ പ്രായം തന്നെയാണ്. അപ്പോൾ പപ്പ മോളിൽ നിന്നിട്ടായിക്കോളൂ വിളിക്കണം. ഞാൻ പറയും, അങ്ങനെയൊന്നും കയറി വരാൻ പറ്റൂല എനിക്ക് എപ്പോഴും എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ റിച്ചാർഡ് വിളിക്കും. അങ്ങനെയൊക്കെയുള്ള കുറേ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഓരോരുത്തരിങ്ങനെ വിളിക്കും, എന്നെ തന്നെ ഇങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ പറയും എല്ലാവരുടെയും പുറകെ ഞാൻ എങ്ങനെ കിടന്ന് ഓടുമെന്നൊക്കെ ഞാൻ ചോദിക്കും കേട്ടോ. അപ്പോൾ ചിക്കൻ ഓർഡർ ചെയ്തത് വന്നതാണ് കേട്ടോ. ചിക്കൻ ഇപ്പോൾ നല്ല വില കൂടി നിൽക്കണേണ്. ഏതായാലും റൂബിക്ക് ചിക്കൻ ഇല്ലാതെ പറ്റില്ല. പിന്നെ ഇപ്പോൾ റിച്ചാർഡ് ചിക്കൻ തന്നെയല്ലേ കഴിക്കണത്. പിന്നെ വേറൊരു രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിച്ചാർഡ് വന്നപ്പോൾ ചിക്കൻ ബിരിയാണി വെച്ച്, പിന്നെ ചിക്കൻ മന്തി വെച്ച് അടുത്ത ദിവസങ്ങളിൽ. അപ്പോൾ ഇവന് ഈ ബ്രസ്റ്റ് പീസ് തന്നെ അല്ലേ പറ്റുള്ളൂ, ഇവനല്ലാതെ എല്ലുള്ള പീസുകൾ കഴിക്കൂല. അപ്പോൾ ഈ ബ്രസ്റ്റ് പീസ് തന്നെ എനിക്കൊട്ടും ഇഷ്ടമല്ല അത് കഴിക്കണത്. ബ്രസ്റ്റ് പീസ് മാത്രമുള്ളത് എനിക്കൊട്ടും ഇഷ്ടമല്ല. ഇപ്പം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണിയുടെ അകത്തുള്ള ബ്രസ്റ്റ് പീസ് ചിക്കൻ്റെ ആ പീസുകളെല്ലാം കുറേ ബാക്കി വന്നിട്ട് അത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. പിന്നെ ഇതേ മന്തി, അപ്പോൾ മന്തിയുടെ അതും ഇതുപോലെ തന്നെ ബ്രസ്റ്റ് പീസ് ചിക്കൻ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ട്. എനിക്കും അങ്ങനെ ഒട്ടും കഴിക്കാൻ പറ്റില്ല. എനിക്ക് റൈസ് കൂടുതൽ കഴിക്കണം ഇഷ്ടം. അപ്പോൾ ഇതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിരിക്കണം. ഇപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കാം. പക്ഷേ റിച്ചാർഡ് കട്ട്ലറ്റ് കഴിക്കൂലല്ലോ, പപ്പയും കഴിക്കൂല. അപ്പോൾ അതുകൊണ്ട് പപ്പ ബീഫ് കട്ട്ലറ്റ് കഴിക്കും, ചിക്കൻ കട്ട്ലറ്റ് കഴിക്കില്ല. പപ്പ കഴിക്കുമെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയേനെ. ഇതിപ്പോൾ എനിക്ക് പറ്റൂല, അങ്ങനെ എണ്ണയിൽ പൊരിച്ചതല്ലേ, ഒരുപാട് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഈ സാധനം ഫ്രിഡ്ജിൽ അങ്ങോട്ട് ഇരിക്കണേണ്. ഇനി അത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് നോക്കാം എന്നും വിചാരിക്കുന്നുണ്ട്. പിന്നെയും അത് കഴിച്ചില്ലെങ്കിൽ ആ ചിലവും കൂടി പോയി. അങ്ങനെയൊക്കെ കുറേ ചിക്കനൊക്കെ ഫ്രിഡ്ജിൽ ഇരിക്കണേനെന്നേ. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ റൂബിയുടെ ചിക്കനൊക്കെ വേവിക്കാൻ വെച്ചിട്ട് ആ പൈനാപ്പിൾ എടുത്ത് വെറുതെ അങ്ങോട്ട് കഴിച്ച്, ജ്യൂസ് അടിക്കാതെ തന്നെ അത് കുറേ അങ്ങോട്ട് കഴിച്ച് അവിടെ ഇരുന്നിട്ട് ആ നേരം കൊണ്ട് ചിക്കനൊക്കെ വെന്ത്. അപ്പോൾ റൂബിനെ തിരിക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ പായിട്ടിട്ട് തിരേരം ഒന്ന് കിടന്ന്. കാരണം റൂബിക്ക് അങ്ങനെയൊക്കെ ഞാൻ അവിടെ കിടക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അത് അവൾ ആ 2 ചിക്കൻ കറികൾ മാത്രം എടുത്ത് കഴിച്ചേട്ടാ. തന്നെ കഴിക്കും, ചിക്കൻ കറികളാണെങ്കിൽ മാത്രം. പിന്നെ ആ ഒരു ലെഗ് പീസ് അതൊന്നും തൊട്ടട്ടേ ഇല്ല കേട്ടോ. അതൊക്കെ പിന്നീട് രാത്രിയാണ് കഴിച്ചത്. കഴിച്ചതിന് രാത്രി നമ്മൾ വാരി കൊടുത്തപ്പോൾ കഴിച്ച്. അത്രയും നേരമൊക്കെ കഴിഞ്ഞ് ഇവർ പെട്ടെന്ന് തന്നെ വന്നിട്ടാണ്. ഞാൻ ഇത്രയും ജോലികളൊക്കെ ചെയ്ത് ഇത്തിരി നേരം റെസ്റ്റ് ചെയ്ത് ആ സമയത്ത് തന്നെ ഇവർ വന്നിട്ടാ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതെന്തിനാണ് ഇവൻ കൊണ്ടുപോകുന്നതെന്ന് പപ്പക്ക് മനസ്സിലായില്ലല്ലോ. അവിടെ ചെന്ന് ഫോൺ മേടിച്ച് കഴിയുമ്പോഴത്തേക്കും വേണ്ട എന്തിനാണ് കല്യാണത്തിനിടയിൽ കൂടി നീ വേറെ പൈസ ചിലവാക്കണത്? എൻ്റെ ഫോൺ ഇത് നേരത്തെ ഉപയോഗിച്ച ഫോൺ കേടാകണതിന് മുമ്പേനെ ഇത് ഇപ്പോൾ ഉപയോഗിക്കണത് മേടിച്ച്, മറ്റേത് കയ്യിലിരിപ്പുണ്ട്. ഇപ്പം 2 ഫോൺ, ഇതിപ്പോൾ 3ാമത്തെ ഫോൺ. അപ്പോൾ ഇവൻ പറയും അന്നേ കുഴപ്പമില്ല, ഇത് എക്സ്ചേഞ്ച് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ ഫോണും പപ്പയുടെ കയ്യിലിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് പപ്പ പറഞ്ഞത്, എന്തിനാണ് ഇത്രയും ഫോൺ? കാരണം ഫോണിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇവിടെ പിള്ളേരിങ്ങനെ കുഴപ്പം വരുന്നതിന് മുമ്പ് തന്നെ മാറ്റുമല്ല. അപ്പോൾ അതാണ് സംഭവം. പപ്പ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേടാകുമ്പോഴത്തേക്കും ആ മാറ്റണത്. അതുകൊണ്ടാണ് പപ്പക്ക് അത് ഇഷ്ടപ്പെടാത്തത്. പണ്ടത്തെ ഒരു ചിന്താഗതിയാണ് പപ്പക്ക്.
പിന്നെ അവൻ ബ്ലിങ്കിറ്റിൽ ഓർഡർ ചെയ്ത് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എന്നിട്ടാണ് ഈ ഒരു ബ്ലൂടൂത്ത് ഇയർബഡ്സ് മേടിച്ചിട്ട് കൊടുത്തത് കേട്ടോ. അതൊന്നും പപ്പ യൂസ് ചെയ്തെന്ന് ഞാൻ കുറേ പറഞ്ഞെങ്കിലും അവൻ സമ്മതിക്കില്ല, അത് കൊടുത്ത്. ഏതായാലും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഇതുപോലെ നേരത്തെയും വേറെ സംഭവങ്ങൾ മേടിച്ചു കൊടുത്തിട്ട് 2 ദിവസം ഉപയോഗിച്ചിട്ട് പപ്പ അത് മാറ്റി വെക്കലാണ് പതിവ്. അപ്പോൾ എനിക്കിത് അറിയാം, ഇത് ഇത്തിരി അത്യാവശ്യം വിലയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയും എന്തിനാണ് അതും മേടിക്കുന്നത്, അത് പപ്പ കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറ്റും, ഉപയോഗിക്കില്ല. പപ്പ എനിക്കും പറ്റൂല കേട്ടോ. എനിക്ക് ഈ ബ്ലൂടൂത്ത് വെച്ചിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കമൻസിൽ പറഞ്ഞില്ലേ ചേച്ചി ഫോൺ കോൾ വരുമ്പോഴത്തേക്കും ചേച്ചിക്ക് ജോലിയും ചെയ്യാം, അതൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഇതുപോലെ. പക്ഷെ എന്താണെന്നറിയോ, എനിക്കത് പറ്റില്ല. അത് ഒന്നാമത് വേർത്തിട്ട് ഇതിങ്ങനെ വിട്ട് ഇങ്ങോട്ട് പോരും. മിക്കവാറും നമ്മൾ വേർതിരിക്കണല്ലേ, എനിക്കത് മാനേജ് ചെയ്യാൻ സത്യത്തിൽ അറിയില്ല. പപ്പക്കും അതുപോലെ തന്നെ. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കത് രണ്ടാൾക്കും ഇഷ്ടമല്ല. പറഞ്ഞിട്ട് അവൻ കേട്ടില്ല, അത് വീണ്ടും മേടിച്ച്. പിന്നെ ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ച് ബാക്കി ലെഫ്റ്റ് ഓവർ സംഭവങ്ങൾ കറികളൊക്കെ ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് ഓവർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊരു ദിവസമായിരുന്നു. അപ്പോൾ റിച്ചാനിന് ലെഫ്റ്റ് ഓവർ പറ്റൂല എന്ന് പറഞ്ഞ് എനിക്കറിയില്ലായിരുന്നു. ഇവരിനി പുറത്തുനിന്ന് കഴിക്കൂലേ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇവർ നേരത്തെ വന്ന് വീട്ടിലേക്ക്, അതുകൊണ്ട് കഴിക്കാതെയാണ് പോകുന്നത്. അപ്പം ഞാൻ റിച്ചാന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ വേഗം ചെയ്തെടുക്കാമെന്നാണ്. അപ്പോൾ വേണ്ട എനിക്കിത്തിരി ചിക്കൻ മന്തി കഴിക്കണം, പുറത്തുനിന്ന് തന്നെ മേടിച്ച് കഴിക്കണം, ആ ഒരു ആഗ്രഹം. ഞാൻ ചിക്കൻ മന്തി വെച്ചിട്ട് അവർ ഇഷ്ടപ്പെട്ടില്ലല്ലോ. അപ്പോൾ അത് കഴിക്കണമെന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ മേടിക്കണേന്ന് പറഞ്ഞിട്ട് മേടിച്ച് കോക്കും എല്ലാമൊക്കെ മേടിച്ചൊക്കെ കഴിക്കുന്നുണ്ട്. ഏതായാലും ഇത്രയും നാളും ഇതുപോലെ ഭക്ഷണം അവന് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടാതെ ഷിപ്പിലങ്ങനെ നിന്നതല്ലേ. അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിനൊക്കെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ ആണെങ്കിൽ ശരീരം നല്ല രീതിയിൽ ഇങ്ങനെ അങ്ങോട്ട് വളരെയധികം ഉണങ്ങിപ്പോയി ശരീരം, മാംസമെല്ലാം പോയിട്ട് ഉണങ്ങിയിരിക്കണേ. അപ്പോൾ പിന്നെ കഴിച്ചാലും വലിയ ബുദ്ധിമുട്ടായി വണ്ണമൊന്നും കൂടില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ കഴിച്ചോ എന്ന് പറഞ്ഞാൽ അങ്ങനെ കഴിച്ച്. അപ്പം ഞാനിനി പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ ചിക്കൻ മന്തി കുറച്ചധികം തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ ബിരിയാണിയുടെ ആ പീസസ് എന്ന് പറഞ്ഞില്ലേ അതിരിക്കുന്നുണ്ട്. കുറച്ച് റൈസും കൂടി ചേർന്നാണ് ഇരിക്കണത്. പക്ഷേ ആ റൈസ് ഇത്തിരി ഉള്ളു, ഈ ചിക്കൻ പീസാണ് കൂടുതൽ. അപ്പോൾ അതുമൊക്കെ ഒന്ന് തീർക്കണ്ടേ. ഈ ഫ്രിഡ്ജിൽ ഇരിക്കണത് തീർത്ത് എടുത്താലല്ലേ നമുക്ക് വേറൊന്ന് വെക്കാനായിട്ട് തോന്നുള്ളൂ. അപ്പോൾ ഇന്ന് രാത്രി ഏതായാലും ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ട് അത് കഴിക്കാം. ചിക്കൻ മന്തി ഞാൻ കഴിക്കാം, കാരണം ഞാൻ വെച്ചത് അവൻ കഴിച്ചിട്ടില്ലല്ലോ അധികം. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ കൂടുതലൊന്നും വെക്കാതിരുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ റിച്ചാർഡ് 5 മണിയുടെ സിനിമക്ക് പോയിട്ടുണ്ട്. എന്നെ വിളിച്ചിട്ട് ഞാൻ പോയില്ല, കാരണം തമിഴ് സിനിമയാണ്. എനിക്ക് തമിഴൊന്നും കാണാൻ ഇഷ്ടമല്ല. എനിക്ക് മലയാളം മാത്രമാണ് തിയേറ്ററിൽ കാണാനായിട്ട് ഇഷ്ടം. പൈസ കൊടുത്ത് കാണണമല്ലേ, അത് വെറുതെ നശിപ്പിക്കണ്ട, എനിക്കൊന്നും മനസ്സിലാവില്ല. എന്നിട്ട് ഞാൻ പോയില്ല. അപ്പോൾ അവൻ ഏതായാലും ദൃശ്യം 3 ഒന്നിച്ച് പോയി കാണണം മമ്മി എന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് വെള്ളിയാഴ്ചത്തേക്കാണ് ബുക്ക് ചെയ്തേക്കണത്. ദൃശ്യം റിലീസായിട്ടില്ല, അതിന് മുമ്പ് തന്നെ ടിക്കറ്റ് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ അവൻ സിനിമക്ക് പോയിട്ടാണ്. ഇപ്പോൾ അതെ അടുത്ത ഒരു ലെഫ്റ്റ് ഓവറാണ് ഞാൻ ഈ കൊടുത്തേക്കണത് രാത്രി റിച്ചാർഡിന്. ഫ്രൈഡ് റൈസ്, അത് ഞാൻ പറയാൻ വിട്ടു. ഫ്രൈഡ് റൈസ് അത് ഭയങ്കര ഇഷ്ടമാണ്. ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ദേ ചിക്കൻ മന്തി എടുത്ത് ആ റൈസെല്ലാം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പപ്പക്ക് ചോറുണ്ട്. അപ്പോൾ ഈ ചിക്കൻ മന്തിയിൽ ഉള്ള പീസുകൾ കംപ്ലീറ്റ് ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചേക്കണേണ്. എനിക്കധികം ചിക്കൻ കഴിക്കാൻ പറ്റില്ല. അങ്ങനെ അതൊക്കെ എല്ലാം ഒന്നും കഴിച്ചില്ല, എങ്കിലും എടുത്ത് ചൂടാക്കി. ഇനി അത് ബാക്കി കളയാനേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജ് ഏകദേശം കാലിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം സമാധാനമായി. പപ്പ പുതിയ ഫോണിൽ അവിടെ ആസ്വദിച്ചിരുന്ന് ഇത് എയർപോഡൊക്കെ വെച്ചിട്ട് ഇരുന്ന് ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കളിയാണ് പപ്പ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ ഹെയർ ഡേ തീർന്ന കാര്യം പപ്പയുടെ അടുത്ത് പറഞ്ഞപ്പോൾ 2 പാക്കറ്റ് ഹെയർ ഡേ ആണ് കൊണ്ടുവന്നത്. ഓരോണ്ണത്തിലും 5 പാക്കറ്റ്സ് വെച്ചിട്ടുണ്ട്. അങ്ങനെ 10 എണ്ണം ഉണ്ടാവും. അപ്പോൾ ഇത് നവംബറിൽ തീരുകയും ചെയ്യും, എക്സ്പയർഡ് ആകും നവംബറിൽ. അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ മേടിച്ചതെന്ന് ഞാൻ പപ്പയുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ എനിക്ക് സംഭവം മനസ്സിലായി, പപ്പയും കൂടി ഹെയർ ഡേ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് അധികം ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് മേടിച്ചേക്കുന്നതിനാണ്. പക്ഷെ അത് ഉപയോഗമില്ല. നവംബർ വരെ നമ്മൾ 10 ഉപയോഗിക്കുകയൊന്നുമില്ല, അത് കളയേണ്ടി വരും. അത് പോട്ടെ. അപ്പോൾ ഈ കാണുന്നത് എൻ്റെ ഒരു മോതിര കളക്ഷനാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ഈ ഒരു അലുമിനിയത്തിൻ്റെ മോതിരവും കൂടി എപ്പോഴും വെക്കും. അത് പണ്ട് മുതലേ റിച്ചാർഡ് കുഞ്ഞായിരുന്ന സമയത്ത് എനിക്ക് ആദ്യമായിട്ട് തന്ന ഒരു ബർത്ത്ഡേ ഗിഫ്റ്റാണ്. അപ്പോൾ അതെനിക്ക് അത്രയും പ്രഷ്യസ് ആയതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സാണത്. അതിൻ്റെ അലുമിനിയം എന്ന് പറഞ്ഞത് വിലയില്ലാത്തൊരു സാധനം, പക്ഷേ അത് എത്ര വില മതിക്കുന്നതാണെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇന്നും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതാണ് അവിടെ ഞാനിപ്പോൾ വെച്ചത്. പിന്നെ ഈ ഇരിക്കുന്ന മോതിരം എല്ലാം പപ്പയുടെ മോതിരമാണ്. ഇതൊന്നും പപ്പ ഇടാറില്ല.
പപ്പക്കും അങ്ങനെ ഇടുന്നത് ഇഷ്ടമല്ല. പിന്നെ താഴേക്കുള്ളതെല്ലാം എൻ്റെ മോതിര കളക്ഷനാണ്. അപ്പോൾ നമ്മളിതൊന്നും വീട്ടിൽ വെക്കാറില്ല, കാരണം ഇത് ഞാൻ ഉപയോഗിക്കാറില്ല അധികം. എല്ലാം തന്നെ ലോക്കറിൽ തന്നെ വെക്കുന്നത് കൊണ്ട് കുഞ്ഞു കുഞ്ഞു പൊതികളിലായിട്ട്, ലോക്കർ അറിയാമല്ലോ എങ്ങനെ ഇരിക്കണം എന്നുള്ളത്, അപ്പോൾ കുഞ്ഞു കുഞ്ഞു പൊതികളായിട്ടേ വെക്കാൻ പറ്റുള്ളൂ. വലിയ വലിയ ബോക്സുകളൊന്നും അതിനകത്തേക്ക് കയറില്ല. അപ്പോൾ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു പൊതികളായിട്ടാണ് ലോക്കറിൽ നമ്മൾ വെക്കുക. ഇപ്പം ഞാൻ ഈ ഒരു ഓർഗനൈസറൊക്കെ മേടിച്ച് അതിനകത്ത് സെറ്റ് ചെയ്ത് നിങ്ങളൊന്ന് കാണിച്ചെന്ന് മാത്രം, കാരണം ഇതൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവാറില്ല. എപ്പോഴും അത്യാവശ്യം വേണ്ടത് എടുക്കുക, അവിടെ തന്നെ തിരികെ കൊണ്ടുവെക്കുക, അങ്ങനെയും ചെയ്യണത്. ഇപ്പം നാളെ മോക്കടെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോകണം, അപ്പോൾ ഇത്തിരി അത്യാവശ്യം ആഭരണങ്ങൾ വേണമല്ലോ എന്ന് വെച്ചിട്ട് 1-2 പോയിട്ട് എടുത്തിട്ട് വന്നതാണ്. അത് ഉപയോഗം കഴിഞ്ഞാൽ ഉടനെ ലോക്കറിലേക്ക് മാറ്റുകയും ചെയ്യും. വീട്ടിൽ സ്വർണം വെക്കാറില്ല. അപ്പോൾ ഇതിങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഈ മോതിരം എന്ന് പറഞ്ഞാൽ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആഭരണമാണ് മോതിരം. നമ്മുടെ ചാനൽ തുടങ്ങിയ സമയം മുതൽ റിച്ചാർഡ് എനിക്ക് തന്ന ഈ മോതിരത്തിൻ്റെ കാര്യം കണ്ടവർക്കൊക്കെ അറിയാം. ഞാനത് എപ്പോഴും സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതും ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ വെച്ച്. പിന്നെ ഞാനിത് വെറുതെ ഇതിനകത്തേക്കൊന്ന് ഇത്തിരി കുറച്ച് ഒന്ന് വെച്ചെന്ന് മാത്രം. ഇത് ഇനിയിപ്പോൾ തന്നെ തിരിച്ച് ലോക്കറിലേക്ക് തന്നെ പോകും. അങ്ങനെയാണ്. എങ്കിലും കിട്ടിയപ്പോഴത്തേക്കും ഞാനൊന്ന് വെച്ച് കാണിച്ചതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കുറേ മോതിരങ്ങൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ആസ്വദിച്ചപ്പോൾ ഞാൻ നിങ്ങളെ കൂടി കാണിച്ചു തന്നെന്ന് മാത്രം. പിന്നെ മറ്റുള്ള കളക്ഷൻ എന്ന് പറയുന്നതൊക്കെ നമ്മൾ വീട്ടിലില്ല. അത്യാവശ്യം ഓരോന്ന് എടുക്കുക, ഉപയോഗിക്കുക, തിരിച്ചു വെക്കുക, ആ രീതിയിലാണ്. പപ്പയാണെന്നുണ്ടെങ്കിലും വെഡ്ഡിങ് റിങ് പോലും പപ്പ ഇടാറില്ല. അങ്ങനെയാണ് പപ്പയുടെ ഒരു രീതി. പിള്ളേരും അതുപോലെ തന്നെയാണ് കേട്ടോ, അവരും സ്വർണം ഇടാറില്ല. പിന്നെ ബ്ലൂ കല്ല് വെച്ചേക്കുന്നത് എൻ്റെ ബേർത്ത് സ്റ്റോണാണ്, ടർക്കോയ്സാണ് എൻ്റെ ബേർത്ത് സ്റ്റോൺ. അത് വെച്ചിട്ടുള്ള മോതിരമാണ് ആ ബ്ലൂ കളറിലുള്ളത്. അപ്പോൾ മോതിരത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സ്പ്രിങ് പോലത്തെ മോതിരം തന്നെയാണ് കേട്ടോ. അതെനിക്ക് എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ ഇത്രയും തന്നുള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. നാളെ വീണ്ടും കാണാം. താങ്ക്